അതാണ് അത് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. എല്ലാവരും മോഹൻലാലിൻ്റെ മാസും അടിയും ഫൈറ്റും എല്ലാം കാണാൻ വന്നവരാ, അല്ലെങ്കിൽ ഒരു ചരിത്രകഥ കാണാൻ. പക്ഷേ അതല്ല പടം. പടം എന്നാന്ന് വെച്ചാൽ ആ ക്ലൈമാക്സ് സാധനമുണ്ട്, അത് കാണണം, മനസ്സിലാക്കണം. അതാണ് പടം. പടം സൂപ്പർ. ഒരു സെക്കൻഡ് പാർട്ടൊക്കെ വരുന്നുണ്ടെന്ന് കേട്ടു. അപ്പം അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. സെക്കൻഡ് പാർട്ട് കാണണം. സെക്കൻഡ് പാർട്ടിനെ ബേസ് സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു കഥയാണ് സത്യം പറഞ്ഞാൽ ഈ പടം മൊത്തം. ആക്ച്വലി ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ കാണിച്ചേക്കുന്ന ഒരു ഇൻട്രൊഡക്ഷനാണ്. ശരിക്കും പടം സെക്കൻഡ് പാർട്ടിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചേക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ആർക്കും കഥ ഇതുവരെ ക്ലിക്ക് ആയിട്ടില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള സാധനം. ഫസ്റ്റ് ഡേയില് ഫാൻസ് ഈ ഭയങ്കരമായിട്ടുള്ള ബഹളം കാര്യങ്ങൾ ഇത് അങ്ങനെ ആക്ച്വലി ഫാൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പടവേ അല്ല ഇത്. ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പടവേ അല്ല ഇത്. വേറൊരു കഥയാണ്. വേറെ ഇതാണ്. ആക്ച്വലി ബൈബിളിലൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയെ ത്രെട്ടിനെ പുള്ളി അതെടുത്ത് വിശദീകരിച്ച് വെച്ചേക്കുന്ന ഒരു സാധനമാണ്. സത്യം പറഞ്ഞാൽ അത് ആർക്കും ഇതുവരെ ക്ലിക്കായിട്ടില്ല. ക്ലിക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫാമിലി എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ മനസ്സിരുത്തി ഒരു കഥയെ മനസ്സിലാക്കി കണ്ടാൽ മാത്രം സാധനം കിട്ടും. മൂടി പോണം. ഓരോ സീനും ആ രീതിയിലാണ് പോയേക്കുന്നത്. ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെയല്ല സിനിമ. ഇത് കഥകളാണെങ്കിൽ പോലും ഓരോ തവണയും വ്യത്യസ്തമായിട്ടല്ല ഇറങ്ങുന്നത്. അപ്പം ഇതിനെ നമ്മൾ കാണുമ്പം ഒരു ചിത്രകഥ വായിക്കുന്ന പോലെ കാണാൻ ശ്രമിച്ചാൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഈ തുടക്കത്തിൽ അത് പലപ്പോഴും ഫാൻസുകാരാവാം, അതുപോലെ മറ്റാളുകളാവാം ഈ ഓവർ ഹൈപ്പ് കൊടുക്കുന്നത്. അപ്പം ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം പുതിയ തലമുറ എന്ന് പറയുമ്പം വിക്രം പോലെയും അതുപോലെ റോളക്സ് പോലെയുള്ള കഥാപാത്രങ്ങളെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അത് തന്നെ ആവണമെന്ന് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പിന്നെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. പിന്നെ LJP നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഓരോ ക്രിയേറ്റിവിറ്റിയും ഓരോ തരത്തിലുണ്ട്. ഡബിൾ ബാരൽ പോലൊരു പടം എടുത്ത ആളാണ്. ഇത് നമ്മുടെ ജല്ലിക്കെട്ട് എടുത്താൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. സിനിമയെന്ന് പറയുമ്പോൾ അയാളുടെ സ്വാതന്ത്ര്യമാണ്. വിമർശിക്കാനുള്ളവർക്ക് സ്വാതന്ത്ര്യം ഉള്ള പോലെ തന്നെ എങ്ങനെ പടം എടുക്കണമെന്ന് അയാൾക്കും സ്വാതന്ത്ര്യം. ഫാമിലി ഓഡിയൻസിനൊക്കെ അത്യാവശ്യം കാണാം. അങ്ങനെ ഒരു മോശപ്പെട്ട ഇതൊന്നല്ല. പിന്നെ പറഞ്ഞല്ലോ ഒരു കോമിക്കായിട്ട് നമുക്ക് തോന്നും അതിനെ എടുത്തിരിക്കുന്ന ഇതാണല്ലോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിനകത്ത് നമുക്കൊരു അപ്പോക്കലിപ്റ്റോ ഇപ്പോൾ കാണുന്ന ഒരു ഫീൽ ക്യാമറ വർക്കിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് അത് ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ഫാൻസാണ്. ഒരിക്കലും അത് മോഹൻലാലോ മമ്മൂട്ടിയോ ആഗ്രഹിക്കുന്നതല്ല, അത് ഫാൻസിൻ്റെ ആഗ്രഹമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ആളല്ല, ഞാൻ സിനിമയെ സ്നേഹിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ വന്ന് കാണുന്നത്. ഞാൻ ഏത് പടം കണ്ടാലും ഇതേ രീതിയിൽ തന്നെ നല്ലത് ആവാൻ ഒരാൾക്ക് എപ്പോഴും നല്ലതാവാൻ പറ്റില്ല. ഓക്കെ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയാണ്. കണ്ടിരിക്കാം. ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ട് പടം? കുഴപ്പമില്ല, കണ്ടിരിക്കാന്നുള്ളതാണ്. പക്ഷേ മോഹൻലാലിൻ്റെ ആക്ടറും കാര്യങ്ങളൊക്കെ എന്ത് വെച്ച് കൊണ്ടുപോയാലും നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് പറയുന്നത് പോലെ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഈ നമ്മൾ പിള്ളേരെ പോലെ കാണുന്നവർക്കായിട്ട് അതൊരു ഫസ്റ്റ് നെഗറ്റീവായിട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ അത് ഫാമിലിക്കായിട്ട് പോകുമ്പോൾ ഒരു സന്തോഷമായിട്ടും കൊള്ളുന്നുണ്ട്. കുഴപ്പമില്ലാതായിട്ടാണ് പോകുന്നത് പടം. ഫാമിലി പ്രഷറൊക്കെ ഇരുന്ന് കാണാനായിട്ടുള്ളൊരു കുറച്ച് ഭാഗങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നീട് പറയുമ്പോൾ ഫസ്റ്റ് ഈ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളേ ഉള്ളൂ. ഈ നെഗറ്റീവ് അടിക്കുന്ന കണക്കൊക്കെ അപ്പോൾ ഓരോരുത്തർക്ക് ഒരേ ഇഷ്ടങ്ങളല്ലേ, അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളേ ഉള്ളൂ. പടം എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പടമാണ്. അതെ. അപ്പോൾ ആ ടൈപ്പിൽ ഉള്ളവർക്ക് ഇഷ്ടപ്പെടും. ആ പടത്തിൽ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു. ആ പറയുന്ന പോലുള്ള ഇതായിട്ട് തോന്നിയോ പടം? എനിക്ക് കുഴപ്പമില്ല, നല്ലതായിട്ട് തോന്നി. കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടോ? കോമഡിയൊക്കെ ഓരോരുത്തർക്ക് ഓരോ ഇതനുസരിച്ച് അവർക്കാണ്. എനിക്ക് തോന്നുന്നു ഫാൻസിനാണ് തോന്നുന്നു ആദ്യ സമയം കയറിയപ്പം ഭയങ്കരമായിട്ട് കുറച്ചുകൂടെ മാസൊക്കെ ഇതാക്കി വന്നത്. അവർ ഒരുപാട് മാസ് പ്രതീക്ഷ വന്നുകൊണ്ടായിരിക്കും ഇപ്പൊ ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടം തന്നെയാണ്. പറയുന്ന പോലെ അത്ര വലിയ എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല തോന്നി. ക്ലൈമാക്സ് ഒക്കെ എങ്ങനെയുണ്ട്? ക്ലൈമാക്സും കൊള്ളാം, കുഴപ്പമില്ല. ഒരു രണ്ടാം ഭാഗം വരും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടോ? വരും, വന്നാൽ കുഴപ്പമില്ല. വന്നാലും നല്ലൊരു ഇതാണല്ലേ പടത്തിന്? ഓക്കെ. കുഴപ്പമില്ല, വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. വൺ ടൈം വാച്ചബിൾ. മോഹൻലാൽ കൊള്ളാം. അല്ല, ഈ ആദ്യ ദിവസം വന്ന ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് പോലൊക്കെ തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. വൺ ടൈം വാച്ചബിൾ ആണ്. ഫാമിലി അല്ല, വൺ ടൈം വാച്ചബിൾ അല്ലാത്ത രീതിയിലാണ് ആദ്യ ദിവസത്തെ ഒരു നെഗറ്റീവ് ഒക്കെ വന്നത്. കുഴപ്പമില്ല, ഇതിപ്പോൾ വൺ ടൈം വാച്ചബിൾ ആണ്. ഫാമിലി ഓഡിയൻസിനൊക്കെ ഫാമിലി കോമഡി ഇതൊക്കെ കോമഡി ചെറുതായിട്ടുള്ളല്ലോ.
ബോർ വലുതായിട്ട് അടുപ്പിക്കത്തില്ല എന്നാലും വലിയ കോമഡിയും വലിയ മാസമൊന്നും ഇല്ല പ്രതീക്ഷിക്കുക. എന്നാലും പടം കണ്ടിരിക്കാൻ കൊള്ളുന്ന ഒരു entertainment വൺ ടൈം വാച്ചബിൾ പറഞ്ഞില്ല. one time watchable. സെക്കൻഡ് പാർട്ടൊക്കെ സെക്കൻഡ് പാർട്ട് വരുന്നെന്നും പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അറിയാം. പ്രതീക്ഷിക്കുന്നുണ്ടോ? സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, വലിയ പ്രതീക്ഷയൊന്നും. ഓക്കെ, താങ്ക് യു. ആണോ? എങ്ങനെയുണ്ട് പടം? പടം നല്ല ലാഗുണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ലാണ്ടിരിക്കും. ആവറേജ് ആയിട്ടാണ് തോന്നി. നമ്മൾ ആദ്യ ദിവസം ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ വന്നായിരുന്നു. ആ വന്ന പോലെ എന്തെങ്കിലും ഇതുണ്ടോ? ഇത് മെയിന് തുടക്കമൊക്കെ നല്ല ലാഗുണ്ട്. പിന്നെ ഫൈറ്റ് സീക്വൻസ് ഉണ്ടെങ്കിലും അത്രയ്ക്ക് നമുക്കൊരു ഇത് തോന്നില്ല, പഞ്ച് തോന്നില്ല. പക്ഷേ അതായത് മാസൊന്നും അങ്ങോട്ട് ഇല്ല, മാസമായിട്ട് അത്രയ്ക്ക് തോന്നുന്നില്ല. പക്ഷേ ഫാമിലി പ്രഷർ കുഴപ്പമില്ല, കാണാം. കണ്ടിരിക്കാം. കോമഡി ഒക്കെ ഉണ്ടോ? ഇടയ്ക്ക് ഡയലോഗ്സിൽ ഡയലോഗ്സ് ഒക്കെ ഒരു എന്റർടൈൻമെന്റ് പടമാണോ? പക്ഷെ കാണുവാണെങ്കിൽ തിയേറ്ററിൽ തന്നെ LJP യുടെ LJP പടമാണ്. ക്ലൈമാക്സ് അത്യാവശ്യം ചെറിയ ട്വിസ്റ്റൊക്കെ ഉണ്ട്. അത്യാവശ്യം കണ്ടിരിക്കാൻ കൊള്ളാം. കണ്ടിരിക്കാം.